ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയ്ക്കുള്ള അവിയലാണ്. ഒരു ചട്ടിയിൽ അവിയലിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് വച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത്തയ്ക്ക അരിഞ്ഞത് നീളത്തിനാണ് ഞാൻ ഈ ഏത്തയ്ക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, പടവലങ്ങ കഷ്ണങ്ങൾ അരിഞ്ഞത്, വെള്ളരിക്ക കഷ്ണങ്ങൾ, മുരിങ്ങാക്ക അരിഞ്ഞത്, വഴുതനങ്ങ കിട്ടിയില്ല, അതിന് ഞാൻ കത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത്. കത്തിരിക്ക നീളത്തിന് അരിഞ്ഞത്, സാമ്പാർ മുളകാണ് ഞാനിവിടെ അരിഞ്ഞത്. 4 സാമ്പാർ മുളക് അരിഞ്ഞതാണ്. ചീനി അമരയ്ക്ക അരിഞ്ഞത്. ചീനി അമരയ്ക്ക ഇതേപോലെ ഇങ്ങനെ രണ്ടാവരുത്, പക്ഷേ നടുക്ക് വെച്ച് മുറിച്ച് അരിഞ്ഞതാണ്. ഇത് നമുക്കിതിൽ ഇടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇടാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. വേകുവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി, കൂടി പോകരുത്. ഇനി നമുക്ക് ഇത് അവിയലിൻ്റെ കഷ്ണങ്ങൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിനുള്ള അരപ്പ് അരച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് അരയ്ക്കാനായി എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി തൊലിച്ചത് 4-5 കഷ്ണം ഇടാം. 4-5 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 1/4 സ്പൂൺ ജീരകം, 2 കഷ്ണം വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളിയാണിത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നല്ലതുപോലെ അരയ്ക്കരുത്, ഒന്ന് കറക്കിയാൽ മതി. ഇതുപോലെയാണ് അരച്ചെടുക്കാനുള്ളത്. അവിയൽ വെന്ത് വരുന്നുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ആകുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അവിയൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കി വച്ചിരുന്ന കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ 2 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കാം. ചട്ടിയിൽ വയ്ക്കുമ്പോൾ അവിയലിന് നല്ല രുചിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിയൽ ചട്ടിയിൽ വയ്ക്കുന്നത്. അവിയലിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഉപ്പ് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അവിയൽ റെഡിയായി. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. അതിൻ്റെ ചാറൊക്കെ വറ്റി വന്നു. ഒരു വെള്ളം പോലും ഇല്ല ഇതിൽ. ഓണസദ്യയ്ക്കുള്ള അവിയൽ റെഡിയായി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
എല്ലാവരും ഇതുപോലെ ഓണത്തിന് തയ്യാറാക്കണം. മൺചട്ടിയിൽ വെച്ചത് കൊണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ് മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.